13-അംഗ ഭരണസമിതിയിൽ 7 അംഗങ്ങളുടെ പിന്തുണ നേടിയാണ് കേരള കോൺഗ്രസ് വിമതാംഗം അന്നമ്മ രാജു വിജയിച്ചത്. ഇടതുമുന്നണിയുടെ 6 അംഗങ്ങൾ അന്നമ്മ രാജുവിന് അനുകൂലമായി വോട്ട് ചെയ്തു. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ലൂസമ്മ ജെയിംസിന് ഒരു സ്വതന്ത്രാംഗത്തിന്റെ ഉൾപ്പെടെ 4 പേരുടെ പിന്തുണ ലഭിച്ചപ്പോൾ കോൺഗ്രസ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. മുൻധാരണയ്ക്ക് വിരുദ്ധമായി പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിനെ തുടർന്നാണ് അന്നമ്മ രാജു വിമത ശബ്ദമുയർത്തി പാർട്ടിക്ക് പുറത്തുപോയത്. തുടർന്ന് ഇവരുടെ പിന്തുണയോടെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെയാണ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. 25 വർഷക്കാലം ഞാൻ പാർട്ടി പ്രവർത്തിച്ചിട്ട് എനിക്ക് പറഞ്ഞു വെച്ചിരുന്ന സമയത്ത് ചില കുതന്ത്ര പെരുമാറ്റത്തിൽ കൂടി അത് നഷ്ടപ്പെടുത്താനായിട്ട് ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എൻ്റെ ഈ പ്രവർത്തനവും എൻ്റെ കാര്യശേഷിയും നല്ലത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ പാർട്ടിയിൽ നിന്ന് തന്നെ എനിക്ക് അതിനുള്ള അനുകൂല ഘടകം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. അതേസമയം അന്നമ്മ രാജു കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പാർട്ടി അനുസരിക്കാതിരിക്കുകയും പാർട്ടിയുടെ വിപ്പ് അവർ ലംഘിച്ചിരിക്കുക തികച്ചും അധാർമികമായ ഒരു നടപടിയാണത്. തീർച്ചയായിട്ടും അതായത് അവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയല്ല, കാരണം അവർ കാലു മാറിയതാണ്. ഇതോടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന് പുറമെ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലും UDFന് ഭരണം നഷ്ടമായി. പാർട്ടി വിപ്പ് ലംഘിച്ച് CPMനൊപ്പം ചേർന്ന അന്നമ്മ രാജുവിനെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടിയെടുക്കാനാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.